ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങൾക്കറിയാം 2026 JEE മെയിൻ എക്സാം നടക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ജനുവരി മാസത്തിലാണ് നടക്കുന്നത്, സെക്കൻഡ് ഫേസ് ഏപ്രിലുമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ട് നല്ലൊരു ഇൻഡസ്ട്രീസിലൊക്കെ നിങ്ങൾ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എഴുതേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള എക്സാമാണ് നമ്മുടെ JEE മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ JEE മെയിൻ എഴുതിയാണ് നമ്മൾ JEE അഡ്വാൻസ്ഡിലേക്ക് കടക്കുന്നത്. അപ്പോൾ JEE അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്തിട്ടാണ് നമ്മൾ IIT പോലെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ BTechന് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ജനുവരി ഒരു മിഡായിട്ടൊക്കെ ആയിരിക്കും എക്സാം നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് സെൽഫായിട്ട് JEE മെയിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്കറിയാം പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിപ്പയർ എത്ര ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കറക്ഷൻസ്, എന്തൊക്കെ മിസ്റ്റേക്സുകളാണ് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ വരുത്തുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ഇനി വരുത്തണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മോക്ക് ടെസ്റ്റുകൾ എഴുതി ശീലിച്ചാലേ പറ്റൂ. അത് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മോക്ക് ടെസ്റ്റ് അല്ല, എക്സാക്റ്റ് JEE പാറ്റേണുള്ള മോക്ക് ടെസ്റ്റ് തന്നെയായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് നിങ്ങൾക്ക് വേണം. ഇനി അത് മാത്രമല്ല, നമുക്ക് നോട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ടെക്സ്റ്റ് ബുക്ക് മാത്രം എടുത്തു വെച്ച് എല്ലാം വാരി വലിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയും നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളതുകൊണ്ട് വളരെ ക്രിസ്പായിട്ട് JEE മെയിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും പ്രോബ്ലംസും മാത്രം പഠിച്ചാൽ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാം, JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസിന് നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റും. ഇതിനെ നിങ്ങളെ സഹായിക്കാനാണ് സൈലത്തിൻ്റെ പുതിയ XPL JEE ബാച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇനി ഇത്ര ദിവസത്തിനുള്ളിൽ JEE മെയിൻ്റെ എല്ലാ സിലബസും പ്രോപ്പറായിട്ട് നമ്മൾ കവർ ചെയ്യുന്നതാണ്. പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് JEE മെയിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് തന്നെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നെങ്കിൽ നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JEE മെയിന് നല്ലൊരു പെർസെൻറ്റേജിലൂടെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ വിദ്യാരംഭത്തോട് അനുബന്ധിച്ച് നിങ്ങളിപ്പോൾ XPL ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീയുടെ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിന് നിങ്ങൾ ബാച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് VDM10 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈൽ ആകുന്നതാണ്. അപ്പോൾ സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കട്ടെ. ഈ വിദ്യാരംഭത്തോട് അനുബന്ധിച്ച് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.